വ്യക്തി സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങുമ്പോൾ നമ്മൾ കൈയടിക്കും. പക്ഷേ ആ ട്രോഫി നേടിയെടുത്ത യഥാർത്ഥ നിമിഷം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് സ്റ്റേജിലല്ല, ആരും കാണാത്തൊരു മുറിയിലായിരുന്നു, ആരും അഭിനന്ദിക്കാത്ത ദിവസങ്ങളിലായിരുന്നു, ആരും വിശ്വസിക്കാത്ത സമയത്തായിരുന്നു. കാരണം വിജയം ആഘോഷിക്കപ്പെടുന്ന ദിവസം ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ അത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ആക്ച്വലി ഈ വിജയം ജനിക്കുന്നത് എവിടെയാണ്? നമ്മൾക്ക് തോന്നും വിജയം എന്നതൊരു വലിയ വീട്, ഒരു നല്ല ജോലി, ഒരു വലിയൊരു ബിസിനസ്, ഒരു അവാർഡ്. പക്ഷേ അതെല്ലാം വിജയത്തിൻ്റെ ഫലങ്ങളാണ്. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. വിജയത്തിൻ്റെ യഥാർത്ഥ ജനനം നടക്കുന്നത് ആരും കാണാത്ത നിമിഷങ്ങളിലാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ 1ാം റാങ്ക് നേടുന്നത് പരീക്ഷാ ദിവസമല്ല, രാത്രി ഉറക്കം കളഞ്ഞ് പഠിച്ച 100 കണക്കിന് മണിക്കൂറുകളിലാണ്. ഒരു കായിക താരം മെഡൽ നേടുന്നത് മത്സര ദിവസമാണോ? അല്ല, ആരും കൈയടിക്കാത്ത പരിശീലന ദിവസങ്ങളിലാണ്. ഒരു സംരംഭകൻ കോടീശ്വരനാകുന്നത് ബാങ്ക് അക്കൗണ്ടിൽ പണം വന്ന ദിവസമാണോ? അല്ലേ അല്ല, ആരും വിശ്വസിക്കാതിരുന്നപ്പോൾ പോലും സ്വന്തം സ്വപ്നത്തിൽ വിശ്വസിച്ച ദിവസങ്ങളിലായിരുന്നു. ലോകം കാണുന്നത് ഫലങ്ങളാണ്, ലോകം കാണുന്നത് ട്രോഫിയാണ്. പക്ഷേ ലോകം കാണാത്തത് നിരാശ, കണ്ണുനീർ, ഉറക്കമില്ലാത്ത രാത്രികൾ, പരാജയങ്ങൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, സ്വയം സംശയിച്ച ദിവസങ്ങൾ, വീണ്ടും എഴുന്നേറ്റ് ഓരോ പ്രാവശ്യവും ചെയ്ത കാര്യങ്ങൾ. ഒരു വൃക്ഷത്തിൻ്റെ ഉയരം എല്ലാവരും കാണും, പക്ഷേ അതിൻ്റെ വേരുകൾ എത്ര ആഴത്തിലാണെന്ന് ആരും കാണുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വിജയം. ആരും കാണാത്ത സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആക്ച്വലി ചെയ്തത്? മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുകയാണോ? അതോ ഒരു പുതിയ കഴിവെന്തെങ്കിലും നിങ്ങൾ പഠിക്കുകയാണോ? നിങ്ങളുടെ ലക്ഷ്യത്തിനായി ഒരു ചെറിയൊരു ചുവടുവെപ്പ് എടുക്കുകയായിരുന്നോ? ഓർക്കുക, നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ആളുകൾ കാണുന്ന ഒറ്റ മണിക്കൂറല്ല, ആരും കാണാത്ത ആ മണിക്കൂറുകളാണ്. ചെറിയ തീരുമാനങ്ങൾ, വലിയ ജീവിതം. ജീവിതം മാറ്റുന്നത് ഒരു വലിയ തീരുമാനം അല്ല, ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്. രാവിലെ അലാറം മുഴങ്ങുമ്പോൾ സ്നൂസ് അമർത്തണോ, എഴുന്നേൽക്കണോ? അതാണ് ആദ്യ വിജയം. വ്യായാമം ചെയ്യാൻ മടി തോന്നുമ്പോൾ എങ്കിലും ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അതാണ് വിജയം. ക്ഷീണം ഉണ്ടായിട്ടും ഒരു പേജ് വായിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് വിജയം. കുറച്ചുകൂടി ഡെയിലി മുന്നോട്ട് പോകുന്നതാണ് വിജയം. ആരും കൈയടിക്കാത്ത സമയത്തും കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നതാണ് ആക്ച്വലി വിജയം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആദ്യകാലത്ത് ആരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. മറ്റു ചിലർ നിങ്ങളെ പരിഹസിക്കും, ചിലർ വിമർശിക്കും, ചിലർ പറയും ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഓർക്കുക, കയ്യടി എപ്പോഴും അവസാനമാണ് വരുന്നത്. ആദ്യം വരുന്നത് നിശബ്ദതയാണ്. ആ നിശബ്ദതയിൽ പോലും സ്വന്തം ലക്ഷ്യത്തോട് വിശ്വസ്തനായി നിൽക്കുന്നവരാണ് ഒടുവിൽ ചരിത്രം സൃഷ്ടിക്കുന്നത്. എന്താണ് ആക്ച്വലി വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം? വിജയിക്കുന്നവർ അസാധാരണ കഴിവുകൾ ഉള്ളതുകൊണ്ടല്ല അവർ വിജയിക്കുന്നത്. സാധാരണ കാര്യങ്ങൾ അസാധാരണ സ്ഥിരതയോടെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അവർക്ക് മടിയില്ലായിരുന്നു, ഭയമില്ലായിരുന്നു, പരാജയമില്ലായിരുന്നു. അവർ നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. ഇന്നു മുതൽ ആരും കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കരുത്, ആരും അഭിനന്ദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനോട് സത്യസന്ധനാണോ എന്ന് മാത്രം നോക്കുക. കാരണം ഇന്ന് നിങ്ങൾ നിശബ്ദമായി ചെയ്യുന്ന പരിശ്രമമാണ് നാളെ ഉറക്കെ ആഘോഷിക്കാൻ പോകുന്ന വിജയമായി മാറുന്നത്. ഒരു ദിവസം നിങ്ങൾ സ്റ്റേജിൽ നിൽക്കും, ആളുകൾ കൈയടിക്കും. പക്ഷെ അന്ന് നിങ്ങൾക്ക് മാത്രം അറിയാം ആ ട്രോഫി ലഭിച്ചത് ആ ഒറ്റ ദിവസമല്ല,
ആരും കാണാത്ത ആയിരക്കണക്കിന് ചെറിയ നിമിഷങ്ങളിലാണ് അത് നേടുക. നിങ്ങളെ അല്പമെങ്കിലും പ്രചോദിപ്പിച്ചെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റിൽ എഴുതൂ, ഞാൻ നിർത്തില്ല. കാരണം ഓരോ വിജയവും ആരും കാണാത്ത ചെറിയ ചെറിയ പരിശ്രമങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ വീഡിയോ സ്വപ്നങ്ങൾക്കായി പരിശ്രമിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യൂ. ചിലപ്പോൾ ഇത് അവർക്കൊരു പ്രചോദനമായിരിക്കും. ഓർക്കുക, വിജയം ലോകം കാണുന്ന നിമിഷത്തിൽ ജനിക്കുന്നതല്ല, ലോകം കാണാത്ത നിമിഷങ്ങളിൽ രൂപം കൊള്ളുന്നതാണ് യഥാർത്ഥ വിജയം. താങ്ക്